നമ്മൾ പോകുന്നത് വടക്കൻ കേരളത്തിലേക്കാണ്. അവിടെ അജി കുഞ്ഞുമോനുണ്ട്. ആദ്യം നമ്മൾ പോകുന്നത് രാവിലെ വന്ന ഒരു വിയോഗ വാർത്തയിലേക്കാണ്. അജി, ഗുഡ് മോർണിംഗ് അഗെയിൻ. പി ടി ഉഷയുടെ ഭർത്താവ് വി ശ്രീനിവാസൻ അന്തരിച്ചു വന്ന വാർത്ത വരുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന് 64 വയസ്സായിരുന്നു. കോഴിക്കോട് പയ്യോളിയിലെ വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഈ സമയം MP അവിടെ ഇല്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് പുലർച്ചെ 12:30യോടെയാണ് PT ഉഷയുടെ ഭർത്താവും മുൻ ദേശീയ കായിക താരവുമായിട്ടുള്ള ശ്രീനിവാസൻ അന്തരിക്കുന്നത്. അദ്ദേഹം ദേഹാസ്വസ്ഥയെ തുടർന്ന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തെ എത്തിച്ചുവെങ്കിലും അദ്ദേഹം മരണം സംഭവിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ട് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തന്നെയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പെട്ടെന്നുള്ള ഒരു വിയോഗം തന്നെയാണ്. ഈ സംഭവം നടക്കുന്ന സമയത്ത് PT ഉഷ സ്ഥലത്തില്ലായിരുന്നു. അവർ ഡൽഹിയിലാണ്. സംഭവം അറിഞ്ഞതിനു ശേഷം അവർ ഇവിടേക്ക് കോഴിക്കോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. സംസ്കാരം പിന്നീടാണ് പയ്യോളിലെ വീട്ടുവളപ്പിൽ പിന്നീടാണ് സംസ്കാരം നടക്കുക. അദ്ദേഹം മുൻ CISFൻ്റെ റിട്ടയർഡ് DYSP ആണ്. മുൻ ദേശീയ കബഡി ടീമിൽ അംഗമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഏറെ നാളായി അദ്ദേഹം വിശ്രമ ജീവിതം നയിക്കുക. പയ്യോളിയിലെ വീട്ടിലാണ് അദ്ദേഹം വിശ്രമ ജീവിതം നയിച്ച് പോന്നിരുന്നത്. ഇന്ന് രാവിലെയാണ് ആകസ്മികമായി അദ്ദേഹം മരണപ്പെടുന്നത്. ക്രിസ്റ്റീന. ശരി അജി, ഒരു വാർത്ത കൂടി അവിടെ നിന്ന് വരാനുണ്ടല്ലോ. അതായത് ഷിംജിത മുസ്തഫയുടെ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം, ഈ ദീപക്കുമായി ബന്ധപ്പെട്ട ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പല വീഡിയോകൾ 2 സമയമായി വന്നിരുന്നു. ഇത് കൂടാതെ കൂടുതൽ വീഡിയോകളുണ്ടോ? ഏത് തരത്തിലാണ് അതിൽ എഡിറ്റിംഗ് നടത്തിയിരിക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാകുമല്ലോ ഇതോടെ. തീർച്ചയായും ഫോണിൻ്റെ ശാസ്ത്രീയ പരിശോധന ഫലം ലഭിച്ചതിനനുസരിച്ചായിരിക്കും കൂടുതൽ വകുപ്പുകൾ ചുമത്തുക എന്നുള്ള കാര്യത്തിൽ പോലീസ് അന്തിമ തീരുമാനമെടുക്കുക. നമുക്കറിയാം, ഇപ്പോൾ ക്രിസ്റ്റീന നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഫോണിൽ എഡിറ്റിംഗ് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പോലീസ് സംശയിക്കുന്നുണ്ട്. ഈ സമൂഹത്തിൽ തന്നെ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് ആയതുകൊണ്ട് തന്നെ പഴുതടച്ചുള്ള ഒരു അന്വേഷണം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും നിലവിൽ മുന്നോട്ട് പോകുന്നത്. അതേസമയം ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷ കുന്നമംഗലം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം നിരസിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ഇന്നലെ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് ഷിംജിത മുസ്തഫ. ആ ജാമ്യാപേക്ഷയിൽ പ്രധാനമായും എടുത്തു പറയുന്നത് കുന്നമംഗലത്ത് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചുകൊണ്ടാണ് ഷിംജിത മുസ്തഫ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. അതായത് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം തന്നെ ആവർത്തിച്ച് പറയുകയാണ് ഷിംജിത മുസ്തഫ. ഈ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ജാമ്യാപേക്ഷയിലും ഇത് തന്നെയാണ് പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും റിമാൻഡിൽ കഴിയുകയാണ്. ഈ കേസിൽ പ്രധാനമായും നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഫോണിൻ്റെ പരിശോധനാ ഫലം റിപ്പോർട്ട് വരണം. അത് കഴിഞ്ഞിട്ട് തെളിവെടുപ്പടക്കം നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടില്ല. ഒരുപക്ഷെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയതുകൊണ്ട് തന്നെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമോ എന്നുള്ള കാര്യത്തിൽ ഇനി വ്യക്തത വരാനുണ്ട്. പോലീസിന്റെ മുന്നിൽ ഇരിക്കുന്ന ഒരു പ്രധാന ദൗത്യം ഫോണിന്റെ ശാസ്ത്രീയമായ പരിശോധന ഫലം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ഈ സംഭവ സ്ഥലത്തും, അതായത് ആ സംഭവം നടക്കുന്ന ബസ്സിനുള്ളിൽ തന്നെ തെളിവെടുപ്പ് നടത്താൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നും നിലവിൽ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ ഫലം ലഭിച്ചതിന് ശേഷം കൂടുതൽ ആധികാരികതയോടെ തന്നെ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് അന്വേഷണ സംഘം നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ഇന്ന് അറിയാൻ കഴിയും എന്നാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുക. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ഷിംജിത മുസ്തഫ ഈ ജാമ്യാപേക്ഷയിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്നതടക്കം ഇന്ന് കൃത്യമായി അറിയാൻ കഴിയും. ക്രിസ്റ്റീൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.